സഹീഹുൽ ബുഖാരി ദർസ് 19 കിതാബുൽ ഈമാൻ. അടുത്ത ബാബു ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നിസ്കരിക്കുന്നത്, അതായത് ഖിയാം റമദാൻ, രാത്രിയിലെ ഖിയാമുൽ ലൈൽ ഈമാനിൽപ്പെട്ടതാണ് എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹദീസ് 35. ഹദ്ദസനാ അബുൽ യമാൻ ഖാല അഖ്ബറനാ ശുഐബ് ഖാല ഹദ്ദസനാ അബു സനാദ് അനിൽ അഅറജ് അൻ അബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഖും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ യഖും, ആരൊരുത്തൻ നിന്ന് നമസ്കരിച്ചു, ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി, അത് റമദാനിലെ ഒരു രാത്രിയാണ്. അത് ഏതാണ്? ക്ലിപ്തപ്പെടുത്തി അറിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ എന്ന് പ്രതീക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഏതാവട്ടെ, റമദാൻ മൊത്തം അതിനായിട്ട് ശ്രമിച്ചാൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ ഫضല് നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ആ ലൈലത്തുൽ ഖദ്റിന് ആരൊരുത്തൻ നിന്ന് നിസ്കരിച്ചുവോ, അതായത് ഫർള് നമസ്കാരങ്ങൾ കൂടാതെ ഖിയാമുൽ ലൈൽ, തറാവീഹ് ഉൾപ്പെടെയുള്ള നമസ്കാരങ്ങൾ, തറാവീഹ് വിത്തറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈമാനൻ വഹ്തിസാബൻ, ഈമാനൻ വിശ്വാസത്തോടുകൂടി, ശരിയായ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ഷിർക്കില്ലാത്ത വിശ്വാസത്തോട്, വഹ്തിസാബൻ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും, മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞത്, അവൻ ചെയ്ത പാപങ്ങൾ അവന് പൊറുക്കപ്പെടും എന്ന്. ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം എന്നത് വളരെ നമുക്ക് അറിയപ്പെട്ട സംഗതിയാണ്. എന്നാണ് ആ രാത്രി എന്നറിയപ്പെടുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദ്റിലാണ് എന്ന് വ്യക്തമായിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. റമദാനിലാണ് എന്നും വന്നിട്ടുണ്ട് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ റമദാനിലാണെന്ന് വളരെ വ്യക്തമാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. അടുത്ത ഹദീസ്, ബാബു അൽ ജിഹാദു മിനൽ ഈമാൻ, ജിഹാദ് ഈമാനിൽപ്പെട്ടതാണ്. حدثنا حرمي ابن حفص قال حدثنا أبو عبد الواحد قال حدثنا عمارة قال حدثنا أبو زرعة ابن عمرو ابن جرير قال سمعت أبا هريرة عن النبي صلى الله عليه وسلم قال, النبي صلى الله عليه وسلم قال, انتدب الله لمن خرج في سبيله, انتدب الله, الله ഏറ്റെടുത്തിരിക്കുന്നു, ലിമൻ ഖറജ ഫീ സബീലി, അവന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവന്, ലാ യുഖ്രിജുഹു, അവനെ പുറപ്പെടുവിച്ചിട്ടില്ല, ഇല്ല ഈമാനും ബി, എന്നെ കൊണ്ടുള്ള വിശ്വാസമല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വായിബിന്റെ സിയായിൽ പറഞ്ഞ ശേഷം പിന്നെ മുത്തക്കല്ലിമിന്റെ സിയായിലേക്ക് വരാണ്. എന്നെ കൊണ്ടുള്ള വിശ്വാസം, അതായത് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം അല്ലാതെ, വതസ്ദീഖും ബിറുസുലി, എന്റെ മുർസലീങ്ങളെ സത്യപ്പെടുത്തലും കൊണ്ടും അല്ലാതെ. ഈ കാര്യത്തിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ് അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവന് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ത്? അൻ ഉർജിഅഹു ബിമാ നാല മിൻ അജ്രിൻ ഔ ഗനീമത്ത്, അവൻ പ്രതിഫലം അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ഗനീമത്ത് മുതൽ സംഭരിച്ചുകൊണ്ട് നേടിക്കൊണ്ട് മടങ്ങുക എന്നത്, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഔ ഉദ്ഖിലഹു അൽ ജന്ന, അല്ലെങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത്. അപ്പോൾ അവൻ മരണപ്പെട്ടാൽ, ഷഹീദായി കഴിഞ്ഞാൽ അവൻ എന്താണ്? സ്വർഗത്തിലാണ്. അത് ഉറപ്പാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവൻ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ, അങ്ങനെ അവൻ ഷഹീദായാൽ അവൻ സ്വർഗത്തിലാണ്. വലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എന്ന് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ മാ ഖഅത്തു ഖൽഫ സരിയത്തിൻ, ഒരു യുദ്ധത്തിനും ഞാൻ പിറകെ പോകാതിരിക്കുകയില്ലായിരുന്നു. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോവാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വല വദിത്തു, ഞാൻ ഇഷ്ടപ്പെടും, അന്നി ഉഖ്തലു ഫി സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുന്നത്, സുമ്മ ഉഹിയ, വീണ്ടും ഞാൻ ജീവിപ്പിക്കപ്പെടുന്നത്, സുമ്മ ഉഖ്തലു, വീണ്ടും ഞാൻ കൊല്ലപ്പെടുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ, സുമ്മ ഉഹിയ, വീണ്ടും ഞാൻ ജീവിപ്പിക്കപ്പെടുന്നതും, സുമ്മ ഉഖ്തലു, വീണ്ടും ഞാൻ വധിക്കപ്പെടുന്നതും, ഷഹീദാകുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജിഹാദിനുള്ള പ്രേരണയാണ്. ജിഹാദ് എന്നാൽ മൊത്തത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലാകാനുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങളും ഉൾപ്പെടും. അതിൽ ഇസ്ലാമിന്
മുസ്ലിങ്ങൾക്കും എതിരെ യുദ്ധം നയിക്കുന്ന ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടവും ഉൾപ്പെടും. അതാണ് ഖിതാല്, ജിഹാദിന്റെ ഒരു ഭാഗമാണത്. ആ ഖിതാല് ആഗ്രഹിക്കണമെന്നല്ല ഇതിന്റെ ആശയം. ശത്രുവിനെ ഒരിക്കലും കൊതിക്കരുത് എന്നുണ്ട് മറ്റൊരു ഹദീസിൽ. പക്ഷെ ശത്രുവിനെ നേരിടേണ്ടി വന്നാൽ ധീരതയോടുകൂടി സ്ഥൈര്യത്തോടുകൂടി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ നേരിടണം എന്നതാണ്. ഏതൊരു രാഷ്ട്ര സംവിധാനത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ശത്രു സൈന്യം ആക്രമിക്കുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല. പ്രതിരോധം, ഡിഫൻസ് എന്നത് ഏതൊരു രാഷ്ട്ര സംവിധാനത്തിലും അനിവാര്യമായ സംഗതി ആണ്. ഇനി അടുത്ത ബാബു തതവ്വുഅ് ഖിയാം റമദാന മിനൽ ഈമാൻ എന്നതാണ്. ഖിയാം റമദാൻ മാസത്തിലെ നിന്ന് നിസ്കാരം, അത് സുന്നത്ത് നിസ്കാരം, രാത്രിയിൽ തതവ്വുഅായിട്ട് സുന്നത്ത് നിസ്കാരം, ഖിയാം റമദാൻ, ഖിയാമുൽ ലൈൽ, അത് ഈമാനിൽ പെട്ടതാണ് എന്ന്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ലൈലത്തുൽ ഖദ്റിൽ എന്നത് റമദാന്റെ പ്രത്യേക രാത്രിയാണ്. ആ രാത്രിയിലെ നിന്ന് നമസ്കാരത്തെ സംബന്ധിച്ച് ഖിയാമുൽ ലൈലിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു ഒരു ഹദീസിൽ. പിന്നെ ജിഹാദിനെ കുറിച്ചുള്ള ഒരു ബാബ് ഇടയിൽ വന്നു. അതിനുശേഷം ആണ് വീണ്ടും റമദാനിലെ നമസ്കാരത്തെ കുറിച്ച്, ഖിയാമുൽ ലൈലിനെ കുറിച്ച് പൊതുവായിട്ടുള്ള പരാമർശമുള്ള ഹദീസ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തുകൊണ്ട് വന്നു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക ആണല്ലോ ലൈലത്തുൽ ഖദ്റിൽ ചെയ്യുന്നത്, ആ രാത്രി ചെയ്യുന്നത്. അതേപോലെ ജിഹാദ്, ഖിതാൽ, സായുധ പോരാട്ടത്തിൽ ഒരു ധർമ്മ പോരാളി, മുജാഹിദ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് പ്രതീക്ഷിക്കുകയാണ്. ബാബു തതവ്വുഇ ഖിയാമി റമദാന മിനൽ ഈമാൻ, റമദാൻ മാസത്തിലെ രാത്രി സുന്നത്ത് നമസ്കാരം സത്യവിശ്വാസത്തിൽപ്പെട്ടതാണ് എന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ്, അധ്യായം. ഹദീസ് 37. حدثنا إسماعيل قال حدثني مالك عن ابن شهاب عن حميد بن عبد الرحمن عن أبي هريرة أن رسول الله صلى الله عليه وسلم قال, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമദാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ഖിയാം നിർവഹിച്ചാൽ, അതായത് രാത്രിയിലെ ഖിയാം റമദാനാണ് ഉദ്ദേശിക്കുന്നത്, ഖിയാമുൽ ലൈൽ, ഈമാനോടുകൂടി സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, വഹ്തിസാബൻ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും, ഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടും, മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ. ബാബു സൗമു റമദാന ഇഹ്തിസാബൻ മിനൽ ഈമാൻ, റമദാൻ മാസം ഇഹ്തിസാബായിട്ട്, അതായത് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കൽ ഈമാനിൽപ്പെട്ടതാണ് എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹദീസ് 38. حدثنا ابن سلام قال أخبرنا محمد بن فضيل قال حدثنا يحيى بن سعيد عن أبي سلمة عن أبي هريرة قال قال رسول الله صلى الله عليه وسلم, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമദാന, ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനൻ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, വഹ്തിസാബൻ അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിച്ചുകൊണ്ടും, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടും, ഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടും, മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ ദോഷങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയത്.